കൃഷ്ണ ഭഗവത്ഗീതാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 19. 15-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. സർവഭാവേന ഭാരത. ശബ്ദാർത്ഥം.
ഭാരതഃ ഭാരതഃ ഹേ ഭാരത ഹേ ഭാരത യാ യ യാതൊരുവൻ യാതൊരുവൻ ഏവം ഏവം ഇപ്രകാരം ഇപ്രകാരം അസമ്മൂഢഃ അസമ്മൂഢഃ സംശയം കൂടാതെ സംശയം കൂടാതെ മാം മാം എന്നെ എന്നെ പുരുഷോത്തമം പുരുഷോത്തമനെന്ന് പുരുഷോത്തമനെന്ന് ജാനാതി ജാനാതി അറിയുന്നു അറിയുന്നു സഹ സഹ അവൻ അവൻ സർവവിദ് സർവവിധ എല്ലാം അറിയുന്നവനായി എല്ലാം അറിയുന്നവനായി സർവഭാവേന സർവഭാവേന എല്ലാ വിധത്തിലും എല്ലാ വിധത്തിലും മാം മാം എന്നെ എന്നെ ഭജിതി ഭജിതി ഭജിക്കുന്നു ഭജിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രൂഹ ശീലപ്രൂഹാദിക്ക് ജയ. വിവർത്തനം എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. ഭാവാർത്ഥം ജീവസത്തകളുടെയും നിരപേക്ഷ തത്വത്തിൻ്റെയും മൂലസ്വരൂപത്തെപ്പറ്റി താത്വികങ്ങളായ പല ഊഹാപോഹങ്ങളുമുണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്ന് അറിയുന്നവരാണ് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവർ എന്ന്. അല്പജ്ഞാനി നിരപേക്ഷ തത്വത്തെ പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ മുഴുകി സമയം പാഴാക്കുന്നു. ജ്ഞാനസിദ്ധനാകട്ടെ സമയം പാഴാക്കാതെ നേരെ കൃഷ്ണബോധത്തിലൂടെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉടനീളം ഈ ഒരു സത്യത്തെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ചില ഭഗവത്ഗീത വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്ന് തന്നെ എന്ന് വാശി പിടിക്കുന്നു. വേദജ്ഞാനത്തെ ശ്രുതി അഥവാ കേട്ടറിയേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനിൽ നിന്ന് ഭഗവത് പ്രതിനിധികളായ പ്രാമാണികരിൽ നിന്നും കേട്ടറിയേണ്ടതാണ് വേദസന്ദേശം. ഇവിടെ കൃഷ്ണൻ ഈ വിഷയങ്ങളെ അത്യന്തം വിശകലനം ചെയ്താണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്നാണ് ഒരാൾ കേട്ടു ഗ്രഹിക്കേണ്ടതും. പന്നികളെ പോലെ കേട്ടതുകൊണ്ട് മാത്രമായില്ല, പ്രാമാണികരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും വേണം. താല്പര്യങ്ങളായ ഊഹാഭോഗങ്ങൾ നടത്തണമെന്നില്ല. ജീവസത്തുകളെല്ലാം എപ്പോഴും പരമപുരുഷനായ ഭഗവാന് അധീനരാണെന്ന സത്യം ഭഗവത്ഗീതയുടെ വിനയപുരസരം കേട്ടറിയുക. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ വേദോദ്ദേശം ഗ്രാഹ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവത് മതം. മറ്റാർക്കും വേദോദ്ദേശം അറിയില്ല. ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണാബോധം ഉണ്ടെങ്കിൽ, ഭഗവത് സേവനത്തിൽ തൽപരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായി ഉണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തി സേവനത്തിൽ ഒഴികെവന് പരമ നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ മറ്റൊരു ആധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. വിവേകത്തിന്റെ പ്രാരംഭ പടവുകളെല്ലാം പിന്നിട്ടിരിക്കുന്നു. 100,000 ജന്മങ്ങൾ തത്വാന്വേഷണത്തിൽ ചെലവാക്കിയിട്ടും കൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്നും അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണമെന്നുള്ള നിലപാട് എടുക്കാത്തവർക്കാകട്ടെ അത്രയും ജന്മങ്ങളിലെ തത്വാന്വേഷണവും അതിന് ചെലവാക്കിയ സമയവും പാഴായി പോയത് തന്നെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം നിരൂപകഥാമഹ്യം ദദാന്തീശ്വ പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹ നിർഗുണാതാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സമൃത ശ്രീതാവിശാഖാൻ പിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യമാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ 15-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിന് തൊട്ട് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ശ്ലോകം കൂടിയുള്ള ഈ ഒരു അധ്യായം തീരാൻ. അപ്പോൾ ഈ ഒരു അധ്യായം നമുക്കറിയാം പുരുഷോത്തമ യോഗം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പം പുരുഷോത്തമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി. അപ്പോൾ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എങ്ങനെ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം ഭഗവാനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനുള്ള കാര്യമാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പം അതിൽ വളരെ പ്രാധാന്യമേറിയ ശ്ലോകം തന്നെയാണ് ഈ ശ്ലോകം, 19-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഭഗവാൻ അവസാനമായിട്ട് പറയാണ് അല്ലേ, ഒരു കൺക്ലൂഷൻ പോലെയാണ് ഇതിൽ പറയുന്നത്. എന്നെ പരമജീവത്വ കൃഷ്ണനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ
എല്ലാം അറിയുന്നവരാണ്. അപ്പം ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന തുല്യമാണ് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പല പല ജ്ഞാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഭൗതിക ലോകത്തിൽ. അപ്പോൾ ഈ പല പല ജ്ഞാനങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജ്ഞാനങ്ങളൊക്കെ നമ്മൾ നേടിയാലും ഒരിക്കലും നമ്മൾ ഈ ഒരു ശരീരത്തോടെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. നമ്മൾ കാണാമെന്നുണ്ട് എന്ത് ഭൗതികമായിട്ട് ജ്ഞാനം എടുത്താലും. അതുപോലെ തന്നെ ഈ ജ്ഞാനം നമ്മളെ ഒരിക്കലും ജന്മമൃത്യു ജരാവാരിൽ നിന്ന് നമ്മളെ പുറത്ത് കടക്കാൻ വേണ്ടി അത് ഒരിക്കലും സഹായിക്കുന്നില്ല. അപ്പം ഇവിടെ പറയുന്നതാണ്, ഇപ്പം പരമദ്വൈതകൃഷ്ണ ഭഗവാൻ നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നത്. അപ്പം ഭഗവാൻ ഇവിടെ പറയുന്ന ഈ ഒരു ജ്ഞാനം, അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് പരമദ്വൈതം കൃഷ്ണ ആയതുകൊണ്ട് അദ്ദേഹം തരുന്ന ജ്ഞാനവും പൂർണ്ണമാണ്. അപ്പം നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ജ്ഞാനങ്ങൾ നമുക്ക് നേടാം അല്ലേ. നമുക്ക് ഇപ്പം ഒരു ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം വായിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ AI ഒക്കെ ഉണ്ട്, അതൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അതിലൊക്കെ നമുക്ക് പല പല അഭിപ്രായങ്ങളാണ് കിട്ടുക. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുക? ഒരു സ്രോതസ് അല്ലേ, പൂർണ്ണമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് കിട്ടാൻ സാധിക്കും. അപ്പോൾ അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഈ ജ്ഞാനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് എല്ലാ അറിവുകൾ എല്ലാം അറിഞ്ഞതിന് തുല്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാം ബൈബിളിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വ്യക്തി ജനിച്ച ശേഷം അദ്ദേഹം പല പല ജ്ഞാനങ്ങൾ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ആരാണെന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണമാണ് ആ ജന്മം കൊണ്ടെന്ന് ബൈബിളിൻ്റെ ഒരു വാക്യത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജനിച്ച നാൾ മുതൽ അദ്ദേഹം നേടേണ്ട ആദ്യം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല ആത്മാവെന്ന തത്വത്തിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ജ്ഞാനം ഒരു വ്യക്തി അറിയേണ്ടത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഭൗതിക ലോകത്തിൽ നമ്മൾ ആ ഒരു ജ്ഞാനത്തിനെ മറന്നുകൊണ്ട് ബാക്കിയുള്ള ജ്ഞാനത്തിനെ നേടാനാണ് എല്ലാവരും മുന്നിടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡേൺ സിവിലൈസേഷൻ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ശരീരത്തിലുള്ള സുഖങ്ങൾ എങ്ങനെ കൂട്ടാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്മാവ് നമ്മൾ ആരാണെന്നും നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നും തത്വത്തിനെ പറ്റി പറഞ്ഞു തരുന്ന ജ്ഞാനം അത് വളരെ ചുരുക്കം പ്രസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം പറയാണ്, ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തി സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള അറിവ് എങ്ങനെ നേടാൻ സാധിക്കും, ആ അറിവ് നേടാനുള്ള വഴി എന്താണ്? ഭക്തി സേവനം എന്ന കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, അപ്പം ഭക്തി തന്നെയാണ് മാർഗം എന്നുള്ള കാര്യം നമുക്ക് ഭഗവത്ഗീതയിൽ പല പല ഇടങ്ങളിൽ ഭഗവാൻ പറയുന്നു. ഭക്തിയമാം അഭിജാനാതി ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയുടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന കാര്യം ഭഗവാൻ തന്നെ പറയാം അല്ലേ. അപ്പം നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല എഡിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. 600-700 എഡിഷൻസ് ഉണ്ട്. പക്ഷേ എത്ര ഭഗവത്ഗീതയിലാണ് ഭഗവാൻ കൃഷ്ണനാണ് പരമദൈവത്വം കൃഷ്ണൻ എന്നും ഭക്തി തന്നെയാണ്, ഭക്തിയുടെ മാത്രമാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഒരു ശ്രീലഗോപാൽ ഭഗവത്ഗീത ഭഗവത്ഗീത വായിച്ച് ഒരിക്കലും കാണാൻ സാധിക്കില്ല. പല പല ഭഗവത്ഗീത വായിച്ചാലും നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനാണ് വരുന്നത്. നമ്മൾ ഭഗവാനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാൻ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ പരബ്രഹ്മമാണ്, അല്ലെങ്കിൽ പ്രകാശമാണ്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനാണല്ലോ, അങ്ങനത്തെ പല പല തെറ്റായ ചിന്താഗതിയിലോട്ടാണ് അതിനെ നയിക്കുന്നത്. പക്ഷേ ശീലപ്രഭുപാദ് നമുക്ക് വളരെ വ്യക്തമായിട്ടും നമുക്ക് ഓരോ ശീലപ്രഭുപാദിന്റെ ഭാവാർത്ഥം നടത്താനും ഭഗവാൻ ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യാനുള്ള വഴി ഭക്തിയാണെന്ന കാര്യം വളരെ വ്യക്തമായിട്ടും ശീലപ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ ഭഗവത്ഗീത ഏറ്റവും എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ള വഴി എന്താണ്? ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഭഗവത്ഗീത ഭഗവാൻ ആണ് വക്താവ്. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. അതേസമയത്ത് പല വ്യക്തികൾ അവരുടെ ഊഹാഭാവം കൊണ്ട് പല കാര്യങ്ങൾ എഴുതുകയും, പക്ഷെ ആ ചിന്താഗതികൾ കൊണ്ട് ഒരു വ്യക്തി ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവത്ഗീത ജ്ഞാനത്തിന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് മുമ്പ് ഞാനൊരു കേട്ടൊരു കഥയാണ്. ഇതിൽ ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു നാടകകൃത്ത് അദ്ദേഹം വന്നിട്ട് ഒരു കഥ എഴുതി. അപ്പം അതിൽ ഔറംഗസേബിനെ പറ്റിയാണ് അദ്ദേഹം കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ കഥയ്ക്ക് അദ്ദേഹം ഇട്ട ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ എന്നാണ്. അപ്പം ഷാജഹാൻ്റെ മകനാണ് ഔറംഗസേബ്. അപ്പം ഷാജഹാൻ്റെ ഗുണങ്ങൾക്ക് നേരെ തിരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹം തെറ്റായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ഔറംഗസേബ്. അപ്പം പല ആൾക്കാരും സംശയം വന്നു, ഈ ഔറംഗസേബിൻ്റെ കഥയിൽ എന്തിനാണ് ഷാജഹാൻ എന്ന ടൈറ്റിൽ അവിടെ വെച്ചത്, ഔറംഗസേബ് എന്നല്ല ഇടേണ്ടത്. കാരണം ഇവിടെ മൊത്തമായിട്ടും ഔറംഗസേബിനെ പറ്റിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഷാജഹാൻ എന്ന ഒരു പേര് അതിൽ കൊടുത്തിരിക്കുന്നത്? അപ്പം ആൾക്കാർക്ക് അങ്ങനെ സംശയം തോന്നി. അപ്പം പല ആൾക്കാർ പല പല എക്സ്പ്ലനേഷൻസ് കൊടുത്തു. പക്ഷെ അവസാനം അപ്പം ആ ഒരു എഴുതിയ കഥ രചയിതാവിൻ്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇത് ആക്ച്വലി ഔറംഗസേബിനെ പറ്റി ഷാജഹാൻ അദ്ദേഹം ജയിൽ തടങ്കലിലായിരുന്നു. അപ്പം ആ ജയിൽ തടങ്കലിൽ ഇരുന്നുകൊണ്ട് ഔറംഗസേബ് ചെയ്ത തെറ്റുകളെ പറ്റി അദ്ദേഹം ചിന്തിച്ചത് ആ കാര്യങ്ങളാണ് ഈ നാടകത്തിൽ എഴുതിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക്
ഒരു എഴുതിയ വ്യക്തിയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ പറഞ്ഞു തന്നൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഓരോ വ്യക്തികളും പല രീതിയിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കുന്നതായിരുന്നു, ഇവിടെ ഭഗവത്ഗീത അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് വരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി പല രീതിയിൽ നമ്മളെ ഭൗതികമായിട്ട് കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രികൾ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും ഒരിക്കലും ഭഗവത്ഗീത നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവത്ഗീത നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ആദ്യ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അത് മാത്രമാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഒരു ആഗ്രഹം, അല്ലാതെ വേറൊന്നിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ശരി, അപ്പോൾ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ലീലയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ തെന്നിന്ത്യൻ സൗത്ത് ഇന്ത്യൻ യാത്ര വന്ന സമയത്ത് അദ്ദേഹം ശ്രീരംഗത്തിൽ വന്നു. അപ്പോൾ അവിടെ രംഗനാഥ സ്വാമിയെ ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ വെച്ചിട്ട് ഒരു ബ്രാഹ്മണനെ കണ്ടു. അപ്പോൾ ആ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല. ആക്ച്വലി അദ്ദേഹത്തിന് അക്ഷരാഭ്യാസമൊന്നും ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, ഭഗവത്ഗീത എന്ന ജ്ഞാനത്തിന് നീ ഡെയിലി വായിക്കണം എന്നുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ എന്തിനാണ് പിന്നെ ഭഗവത്ഗീത എടുത്ത് കയ്യിൽ വയ്ക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ഡെയിലി ഭഗവത്ഗീത എടുത്തിട്ട് ഇങ്ങനെ ഓരോ പേജിലും നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കിക്കൊണ്ടേ ഇരുന്നിട്ട് അദ്ദേഹം പല പല അതിലുള്ള ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹം എന്താണ് ചുമ്മാ ഒരു ഷോ കാണിക്കുകയാണ് അല്ലേ, നമ്മൾ ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹം ജസ്റ്റ് ഭഗവത്ഗീത എടുത്ത് വെച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒന്നുമേ അക്ഷരാഭ്യാസമില്ല, പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ ഭഗവത്ഗീത എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആണെങ്കിൽ ഡെയിലി ഒന്ന് ഭഗവത്ഗീത ഭഗവാന്റെ നടയിൽ നിന്ന് വായിച്ചുകൊണ്ടേയിരിക്കും. അത് ആത്മാർത്ഥമായിട്ടാണ് വായിക്കുന്നത്, ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി ഒന്നും അല്ല. ശരി, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു അവിടെ വന്നു. അപ്പോൾ വന്നപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഏതൊരു വ്യക്തിയാണ് ഭക്തൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പോയിട്ട് ചോദിച്ചു, അദ്ദേഹത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ചോദിച്ചു, ഭഗവത്ഗീത വായിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭഗവത്ഗീത വായിക്കാൻ അറിയില്ല, എനിക്ക് അക്ഷരാഭ്യാസമൊന്നും ഇല്ല, പക്ഷെ എന്നാലും എൻ്റെ ഗുരു പറഞ്ഞോളൂ ഞാൻ ഭഗവത്ഗീത എടുത്ത് വായിക്കുകയാണ് എന്ന് പറഞ്ഞു, ഭഗവത്ഗീത നോക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഭഗവത്ഗീത നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അത്രയും പരമദിവ്യപുരുഷനായ ഭഗവാൻ അർജുനനെ സഹായിക്കാൻ വേണ്ടി, ഒരു ഭക്തനെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു തേരാളിയായിട്ട് നിൽക്കുകയാണ് എന്ന തത്വം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഭഗവാൻ എത്രയും ഉയർന്നവനാണെന്ന് മനസ്സിലാക്കി, ഭക്തന് വേണ്ടി എന്ത് ചെയ്യാൻ ഭഗവാൻ തയ്യാറാണ് എന്ന കാര്യം മനസ്സിലാക്കി എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥമായിട്ട് ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഭഗവത്ഗീതയെ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും നമ്മുടെ പാണ്ഡിത്യം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ എളിമത്തത്തോടെ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് അതിനെ മനസ്സിലാക്കുമ്പോഴാണ് ഭഗവത്ഗീതയെ ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുക. അത് തന്നെയാണ് ഈ ശ്ലോകത്തും ശീലപ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിനെ ശ്രുതി അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ട് അറിയുന്നത്, വേദജ്ഞാനത്തിന് എന്താണ് നമ്മൾ ശ്രുതി പ്രമാണം, അതെന്താണ് ശ്രുതിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ ഈ പരമ്പരയിലാണ് ഈ ജ്ഞാനം നമുക്ക് വരുന്നത്. അപ്പോൾ അത് ആ മുറിയാത്ത ആ ജ്ഞാനം നമുക്ക് AC ഭക്തിവ്യാസം ശീലപ്രഭുപാദിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് കൃഷ്ണൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്നിരിക്കുന്നത്, അതേ ജ്ഞാനത്തിനെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് വയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ ഇപ്പോൾ ഇലക്ട്രിക് വയറിലെ കറണ്ട് വരുന്ന ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിലോട്ട് പോകും. പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ഡാമിൽ നിന്നാണ് കറണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഇവിടെ വരെ കറണ്ട് എത്താണ്ട് കാരണം എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വയർ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നത്. ആ കണക്ഷൻ അവിടെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറണ്ട് സപ്ലൈ ഇവിടെ കിട്ടില്ല. അതുപോലെ തന്നെ ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രാമാണികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര എവിടെ മുറിയാതെ ആ ജ്ഞാനം അത് യഥാരൂപമായിട്ട് അതേപടി ആ ജ്ഞാനം നമുക്ക് തരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ സാധ്യമാകുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിനെ അറിയുന്ന വ്യക്തി, ആ വ്യക്തി എല്ലാം അറിഞ്ഞതിന് തുല്യമാണ് കാര്യം ഭഗവാനോട് പറയുന്നത്. പിന്നെന്താണ്, പിന്നെ അടുത്തായിട്ട് പറയുന്നത് എന്താണ്, അവൻ എൻ്റെ ഭക്തി സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. അപ്പോൾ എന്താണ്, ആ ജ്ഞാനം മനസ്സിലാക്കിയ വ്യക്തി എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്, അടുത്ത് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഭക്തി സേവനത്തിൽ മുഴുകണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ, നമ്മൾ യോഗികളും ജ്ഞാനികളൊക്കെ നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, ഇപ്പം യോഗിയായാലും ശരി അല്ലെങ്കിൽ ജ്ഞാനിയായാലും ശരി, ജ്ഞാനി ആയിട്ടുള്ള വ്യക്തി എന്താണ് ജ്ഞാനയോഗം കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഒരുപാട് ജ്ഞാനങ്ങൾ ആർജിച്ച ശേഷം ഞാൻ ഭഗവാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷെ അതേസമയത്ത് ഒരു യോഗി എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശ്വസനക്രിയയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗചര്യ കൊണ്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് ഭഗവാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഭക്തി സേവനത്തിലാകട്ടെ ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടല്ല ഭഗവാൻ മനസ്സിലാക്കുന്നത്,
അത് ഭഗവാന്റെ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഈ ഒരു ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാവർക്കും ഭഗവാൻ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ റീസെൻ്റ്ലി ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കുന്നുണ്ടായി. അതിൽ പറയുന്നുണ്ട്, അതിൽ പറയാണ് ഈവൻ ഭൗതിക ലോകത്തിലെ വ്യക്തികൾ പല പല പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി അവർക്ക് പാപവൃത്തി ഉണ്ട്. ആക്ച്വലി പാപങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടി ഭക്തിയിൽ വരാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ചൈതന്യമാർഗ്ഗം പറയാം, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതാണ് ഭഗവാൻ നമ്മുടെ ചൈതന്യമാർഗ്ഗം പറയുന്നത്. അപ്പം ഏതൊരു വ്യക്തിക്കും ഭക്തി സേവനത്തിൽ വരാൻ സാധിക്കും. അതിനൊരു ഒരു പ്രീ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഒരു മുൻ യോഗ്യതയുടെ ആവശ്യമില്ല. ഭഗവത് നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്തിയിൽ വരാൻ സാധിക്കും. അപ്പം അങ്ങനെ നാമം ജപിച്ച് വരുന്നൊരു വ്യക്തിക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘത്തിൽ ഭക്തിയിൽ എങ്ങനെ വരാൻ സാധിക്കുമെന്ന ജ്ഞാനം അദ്ദേഹത്തിന് ആർജിച്ചു വരാൻ സാധിക്കും. നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ പലപ്പോഴും കാണുന്ന സമയത്ത് ഈവൻ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, 12 കോടി സതവത്സര സംഭ്രമജ്ഞോ വായുരഥാപി മനസ്സോ മുരിപുങ്കവാന. അപ്പം അതിൽ പറയാണ് 12 കോടി. അപ്പം അതിൽ പറയുന്നത് ഒരു വ്യക്തി, ഒരു യോഗിയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വായുവിൻ്റെ വേഗത്തിൽ, അത്രയും വേഗത്തിൽ അദ്ദേഹം ആയിരക്കണക്കിന് വർഷങ്ങൾ അദ്ദേഹം യാത്ര ചെയ്താൽ കൂടി അദ്ദേഹത്തിന് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം ഭഗവാനെ മനസ്സിലാക്കാൻ ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കില്ല. അതേ സമയത്ത് ബ്രഹ്മദേവന്റെ പ്രാർത്ഥനകളിൽ പറയുന്നത് അതാപിതേ ദേവ പതാഭുജം ദ്വയം പ്രസാദരേഷാനും ഗൃഹീതമേവഹി എന്ന് പറയുന്നത്. അതിൽ പറയുന്നതാണ്, ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ബ്രഹ്മദേവന്റെ ലീലയിലും ബ്രഹ്മവ്യോമന്റെ ലീലയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബ്രഹ്മദേവൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ് സാധാരണ വ്യക്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് ഭഗവാനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അല്ലേ? അദ്ദേഹം എന്താണ് പശുക്കിടാങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ ബാലനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, കൃഷ്ണനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ചിന്തിച്ചെന്താണ്, അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് ഭഗവാനെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു, ഒരിക്കലും എൻ്റെ കഴിവുകൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പാഠമാണ് അവിടെ ബ്രഹ്മദേവന് എന്താണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കാരുണ്യം, അതായത് ഭഗവാന്റെ കാരുണ്യം നേടുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എളിമത്വമാണ്. ആക്ച്വലി നമ്മൾ എത്രത്തോളം എളിമത്വമുണ്ടോ അത്രത്തോളം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മുടെ നിത്യാഹങ്കാരം കൂടുന്നോ അത്രത്തോളം നമ്മൾ എന്താ സംഭവിക്കുക, ആത്മീയ ജീവിതത്തിൽ നമ്മൾ താഴോട്ട് വരും. എത്രത്തോളം നമ്മൾ എളിമത്വം കൂടുന്നതനുസരിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കയറുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ എളിമത്വം വളർത്തുക എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ആദ്യത്തെ ഒരു യോഗ്യത വരേണ്ടത്. ആ എളിമത്വം വരുന്നത് എങ്ങനെയാണ്? എളിമത്വം നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നതോടെ അല്ല, നമ്മളൊരു അതോറിറ്റിയുടെ അണ്ടറിൽ നമ്മൾ ഇരുന്നുകൊണ്ട് സേവനങ്ങൾ ചെയ്യുകയും നമ്മൾ എല്ലാ ഭക്തന്മാരും ഒത്തുചേർന്ന് നിൽക്കുന്നത് ഒരു എന്താ പറയുക കോപ്പറേറ്റീവ് മോഡോടെ നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എളിമത്വം വളരുന്നത്. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ചരിമാർഗ്ഗം പറയുന്നതാണ് നമ്മൾ നാമജപമാണ്, അല്ലേ? ഏതൊരു വ്യക്തിയാണോ നാമം വളരെ ശ്രദ്ധയോടെ നാമം ജപിക്കുകയും അദ്ദേഹം ഒന്നും എല്ലാത്തിനും അദ്ദേഹം എന്താ ചെയ്യുക, ടോളറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എപ്പോഴും എളിമത്വത്തോടെ അദ്ദേഹം സേവനം ചെയ്യാൻ ഒതുങ്ങുന്ന ഒരു വ്യക്തിക്കാണ് ഈ നാമം പൂർണ്ണമായിട്ട് ജപിക്കാൻ പറ്റുക. അങ്ങനെ ജപിക്കുന്ന വ്യക്തിക്കാണ് പൂർണ്ണമായിട്ട് ഭഗവാനെ ഓർക്കാൻ സാധിക്കുകയാണ് ചരിമാർഗ്ഗം പറയുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പം ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണബോധം ഉണ്ടെങ്കിൽ ഭഗവത് സേവനത്തിൽ തത്പരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായും ഉണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തി സേവനത്തിൽ മുഴുകിയവന് പരമനിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ മറ്റൊരു ആധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണഭക്തി നമ്മൾ ഒരു വ്യക്തി കൃഷ്ണഭക്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു യോഗചര്യയുടെ ആവശ്യമില്ല എന്ന് ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ചൈതന്യസേവാത്തിന്റെ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രദ്ധാശബ്ദേ വിശ്വാസം സുദൃഢ നിഷ്ഠ കൃഷ്ണഭക്തി കൈലേഹി സർവകർമ്മ ഹൃദയ. അപ്പോൾ എന്താണ് വിശ്വാസം എന്നുള്ള കാര്യത്തിന് ചൈതന്യമാർഗ്ഗം ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധാശബ്ദേ വിശ്വാസം സുദൃഢ നിഷ്ഠ. അപ്പോൾ എന്താണ് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ കൃഷ്ണഭക്തി ചെയ്യുന്നത് ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് തുല്യമാണെന്ന പൂർണ്ണ വിശ്വാസം എന്നതാണ് ശ്രദ്ധ അല്ലെങ്കിൽ ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസ്കൃതത്തിൽ ശ്രദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണഭക്തി ചെയ്യുന്നത് ഞാൻ വേറൊരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിനാണ് ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കും കൃഷ്ണാവത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഈ ജ്ഞാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്, അല്ലേ? നമുക്ക് ഭഗവാനെ പരമജീവിതത്തെ കൃഷ്ണന്റെ ജ്ഞാനം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം
ആ ജ്ഞാനം പൂർണ്ണമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഭക്തി സേവനത്തിൽ മുഴുകുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ആ ജ്ഞാനത്തിന് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുക എന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജ്ഞാനം പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്താണ്? നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ശരണം പ്രാപിക്കുക, അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയാണ് കാര്യമാണ്. കാരണം ഈ ഒരു ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ടും പഠിച്ച് അതിനെ നമുക്ക് നമ്മുടെ ദേശകാലപാത്രം അനുസരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം? നമുക്ക് ആ ഒരു ജ്ഞാനത്തിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കതിനെ പ്രാവർത്തികമാക്കാനുള്ള ജ്ഞാനമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാം പേഴ്സണലായിട്ട്. അപ്പോൾ നമ്മുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും തടസ്സമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ തടസ്സങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആ സംശയം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആധ്യാത്മിക ഗുരുവിൽ നിന്നും കേൾക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഒരു ഡെയിലി നമ്മുടെ ഒരു സാധനയുടെ ഒരു ഭാഗമാണ് നമ്മൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കാനുള്ള കാര്യം. നമ്മൾ 5 മിനിറ്റോ 10 മിനിറ്റോ ആണെങ്കിൽ കൂടി നമ്മൾ ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കാനുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ശീല പ്രഭുപാദിൻ്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ആധ്യാത്മിക ഗുരു ഉള്ളിടത്തോളം കാലം നമുക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ ചിലപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിക്കും, ചിലപ്പോൾ സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടും. പക്ഷെ ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് തിരിച്ച് പോയ ശേഷം പിന്നെ അദ്ദേഹത്തിനുള്ള കണക്ഷൻ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു വഴി എന്താണ്? അദ്ദേഹത്തിൻ്റെ വാണി അല്ലെങ്കിൽ വാക്കുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയ ശേഷം നമുക്ക് ആ താല്പര്യം ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമുക്കറിയാം ശീല പ്രഭുപാദ ശിഷ്യന്മാർക്കും അറിയാം, അവരൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ 20 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ്. നമ്മളെന്താ ചെയ്യുമ്പോൾ ഡെയിലി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെന്താ ചെയ്യുക? നമ്മൾ അദ്ദേഹത്തിന് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ കേൾക്കും തോറും നമുക്ക് ആ ഒരു കേൾക്കാനുള്ള ആഗ്രഹം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് നമ്മുടെ സംശയങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകും, നമുക്ക് ചോദ്യങ്ങളുടെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് അതിനുള്ള ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അദ്ദേഹം കേൾക്കുകയും നമ്മുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കാര്യമാണ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന വ്യക്തിക്കാണ് ഭക്തിയിൽ നമുക്ക് എളുപ്പമായിട്ട് മുന്നേറാൻ സാധിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അദ്ദേഹത്തിന് ഒരു ശരണം പ്രാപിക്കുക, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തിന് എന്താ ചെയ്യുക? നമ്മൾ കേൾക്കാനുള്ളൊരു ഡ്യൂട്ടി കൂടെ നമുക്ക് എല്ലാവർക്കും നമുക്കുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി പ്രോസസ്സായി എടുക്കും. നമ്മളിപ്പോൾ നാമം ജപിക്കുന്നുണ്ടാവായിരിക്കും, നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടാവായിരിക്കും. നമ്മൾ ദീക്ഷ എടുക്കുന്ന ഒരു ഭക്തനെ അപേക്ഷിച്ച് ഡെയിലി അദ്ദേഹം കുറച്ച് നേരമെങ്കിലും അദ്ദേഹത്തിന് ഗുരുവിൽ നിന്ന് കേൾക്കണം എന്നുള്ള കാര്യം കൂടി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ടും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നതാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഗുരുശിഷ്യ പരമ്പര ഈ ഒരു മെസ്സേജ് നമുക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ സാക്ഷാത്കരിച്ച വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ആ ജ്ഞാനത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ശീല പ്രഭുപാദ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇവൻ നോക്കുകയാണെങ്കിൽ അടുത്ത ശ്ലോകത്തിലും പറയാണ്, ഈ ഒരു ശ്ലോകം തന്നെയാണ് ഈ ഒരു 15-ാം അധ്യായത്തിൻ്റെ ആക്ച്വലി അതിൻ്റെ എസെൻസ് സാരം എന്നതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനാണ് ഇതിൽ പറയുന്ന പോലെ തന്നെ ഭഗവാനാണ് പരമതീർത്ഥപുരുഷൻ എന്ന് അറിയുന്നതാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള, അത് അറിയുന്ന ഒരു വ്യക്തിക്ക് എല്ലാ അറിവും നേടിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭക്തി സേവനത്തിൽ പൂർണ്ണ മുഴുകുന്നതാണ് ആ വ്യക്തിയുടെ ലക്ഷണം എന്നാണ് അടുത്തൊരു കാര്യം കൂടി പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ഒരു യോഗ്യത കൊണ്ടൊന്നല്ല നമുക്ക് ചിലപ്പോൾ ഈ സ്പോണോട് വരാൻ സാധിച്ചു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് പലപ്പോഴും പല ഭക്തന്മാരുടെ കാര്യം കൊണ്ടും ഒക്കെയാണ് നമുക്ക് ഈ പ്രസ്ഥാനത്തോട് വരാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിന് അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ ചിലപ്പം ഈ ജ്ഞാനം നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇപ്പോൾ അതിനടുത്തൊരു നമുക്കൊരു ചിലപ്പോൾ ഫെമിലിയാരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിനോട് ആ ഒരു അത്രയും നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് റെസ്പെക്ട് ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് എപ്പോഴും കിട്ടുന്നതാണോ? നമ്മളൊരു 400 കൊടുത്തതിന് ശീല പോകാനുള്ള ഗ്രന്ഥങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കയറിയാൽ ചിലപ്പോൾ ലെക്ചേഴ്സ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇതിനോട് അത്രത്തോളം ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ എനിക്കിത് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ആ ഒരു നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്, അപ്പോഴാണ് ഈ വ്യക്തിക്ക് ഈ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഹൃദയത്തിൽ ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നന്ദിയുള്ള ഹൃദയത്തിലാണ് എപ്പോഴും എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും നന്മകൾ നേടാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ നന്ദിയില്ലാതെ നമുക്ക് എന്താ സംഭവിക്കാം? നമുക്ക് എപ്പോഴും എന്തെങ്കിലും കുറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നന്ദിയുള്ള വ്യക്തിക്ക് എന്താ സംഭവിക്കാം? എന്തുണ്ടെങ്കിലും അതിലൊരു നന്മ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് എപ്പോഴും പറയുന്നത് നമുക്ക് ഹണി ബി മെൻറ്റാലിറ്റി, ഒരു ഫ്ലൈ മെൻറ്റാലിറ്റി എന്ന് പറയാറ് അല്ലേ. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പം ഹണി ബി മെൻറ്റാലിറ്റി അല്ലെങ്കിൽ തേനീച്ചയുടെ മെൻറ്റാലിറ്റി എന്താണ്? അതെന്താ ചെയ്യുക? അത് എല്ലാത്തിലും പോയിട്ട് നല്ലതായിട്ടുള്ള മധു അല്ലെങ്കിൽ തേനിനെ അദ്ദേഹം കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഫ്ലൈ മെൻറ്റാലിറ്റി എന്താണ്? ഇപ്പോൾ ഒരു ഈച്ച എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ പോയി ഇരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എപ്പോഴും നമ്മളൊരു ഹണി ബി മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ തേനിൻ്റെ മെൻറ്റാലിറ്റി എന്താണ്? എല്ലാത്തിലും നമുക്ക് നല്ലത് തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക അല്ലേ. ഇപ്പോൾ
തേനീച്ച എന്താ ചെയ്യുക? എത്രയോ ചെടികളുണ്ടെങ്കിൽ അത് നല്ല ചെടിയിൽ കൂടെ തേൻ നുകരാണെന്ന് ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ നന്മകൾ കാണുന്ന വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആ നന്മകൾ അതിൻ്റെ ഹൃദയത്തിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് എല്ലാം സയൻസ് കൂടി പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ നന്മകൾ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ഭക്തന് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ വ്യക്തിയെ പറ്റി നമ്മൾ പ്രകീർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇത്ര നല്ല സേവനം ചെയ്യുന്നുണ്ട്, ആ വ്യക്തി ഈ ഒരു കഴിവുണ്ട് നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റീസ് നമ്മുടെ ഹൃദയത്തിൽ വരാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് പലപ്പോഴും ഇല്ലെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കാം. ഈ രണ്ട് ക്വാളിറ്റി നമുക്ക് വളർത്തിയെടുക്കാം. എളിമത്വവും പിന്നെ രണ്ടാമതാണ് നമുക്ക് എപ്പോഴും നമുക്ക് എന്താണ് ആ ഒരു നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കാം. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ജ്ഞാനത്തിന് പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹം എന്താ ശ്രമിക്കാം, എനിക്ക് ഇങ്ങനെ ജ്ഞാനം കിട്ടിയിട്ടില്ല, അപ്പം എത്രയോ ഭഗവാൻ എത്രത്തോളം കാര്യമാണ്, ഭക്തന്മാർ എത്രത്തോളം കാര്യമാണ്, എനിക്ക് ഇത്രയും നന്മകളൊന്നും ഇല്ലെങ്കിൽ കൂടി അവരെന്നെ ഭക്തി സേവനത്തിൽ എന്നെ ആക്ച്വലി എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന തത്വം കാണാൻ സാധിക്കും. അതേസമയത്ത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതും ചെയ്യും എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്നെ കൊണ്ടുവന്ന് സേവനം ചെയ്യിപ്പിക്കുന്നത് തോന്നലാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരും. അതുകൊണ്ട് ഈ രണ്ട് ക്വാളിറ്റീസ് വളർത്തിയെടുക്കുന്ന വ്യക്തിക്കാണ് ഈ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ജ്ഞാനത്തിന് അദ്ദേഹത്തിന് റിയലൈസ് ചെയ്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുക എന്ന കാര്യമാണ് സൗഹൃദം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് സമയമുണ്ട് ചോദിക്കാം. ഹരേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി പാപം ചെയ്യാനുള്ള ആഗ്രഹം ടെൻഡൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുണ്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. രണ്ട് വ്യക്തി, ഒരാൾ പാപം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, മറ്റൊരാൾ പുണ്യം ചെയ്യണം ആഗ്രഹമുള്ള വ്യക്തിയെക്കുറിച്ച് എന്താണ് ശാസ്ത്രത്തിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു പാപം ചെയ്യേണ്ട ഒരു പ്രവണത വ്യക്തികളുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുണ്യം ചെയ്യാനുള്ള പ്രവണതയും വ്യക്തികളുണ്ടാകും. അപ്പോൾ പുണ്യം ചെയ്യാനുള്ള പ്രവണതയുള്ള വ്യക്തികളുടെ ടെൻഡൻസി സ്വഭാവം അല്ല, പുണ്യം ചെയ്യണം ആഗ്രഹമുള്ള വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പാപം ചെയ്യുക, പുണ്യം ചെയ്യുക, രണ്ട് കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം പുണ്യം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പുണ്യം ചെയ്താലും പാപം ചെയ്താലും നമുക്ക് എന്തായാലും ഭൗതികലോകത്തിൽ ഇരിക്കേണ്ടി വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ പുണ്യം ചെയ്യുന്നതനുസരിച്ച് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉയർന്ന ലോകങ്ങളോട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഉയർന്ന കുലത്തിൽ ജനിക്കാൻ സാധിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു നല്ല ഐശ്വര്യ കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയായിരിക്കും. പക്ഷേ അതൊക്കെ കിട്ടിയാലും എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് പുണ്യത്തിൻ്റെ കാലം കഴിയുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് തിരിച്ച് താഴോട്ട് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഭഗവത്ഗീത പറഞ്ഞെന്താണ്, നമുക്ക് എങ്ങനെ പുണ്യത്തിന് പാപത്തിന് മുകളിൽ കയറുന്ന കാര്യമാണ്. അകർമ്മത്തിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഒന്ന് പുണ്യം കിട്ടും അല്ലെങ്കിൽ പാപം കിട്ടും. ഭൗതികലോകം ചെയ്യും, അത് കർമ്മത്തിന്. അപ്പോൾ ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പുണ്യത്തിനും പാപത്തിനും മുകളിലോട്ട് കയറി അദ്ദേഹത്തിന് ഈ ഭൗതിക ജന്മത്തിൻ്റെ ജന്മത്തിൽ ജരാതിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടും. അപ്പോൾ അങ്ങനെ മോചനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴും ഭഗവാനായിട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കും എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പുണ്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. കമ്പാരിറ്റീവ്ലി പാപത്തിനാണ് നല്ലതാണ് പുണ്യം. അപ്പോൾ പുണ്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഭൗതികലോകത്തിൽ ജനിക്കേണ്ടി വരും. അപ്പോൾ പുണ്യം ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് മൊബൈൽ നമ്മൾ റീചാർജ് ചെയ്യുന്നതിന് 365 ദിവസം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 365 ദിവസം വാലിഡിറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് വീണ്ടും ഒന്നും സംഭവിക്കും. നമുക്ക് വീണ്ടും റീചാർജ് ചെയ്താലേ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഓരോ ലോകത്തിൽ പോയാലും വീണ്ടും നമുക്ക് തിരിച്ച് ഈ ഭൂമിയിലോട്ട് വരേണ്ടി വരും. തിരിച്ച് നമുക്ക് മാറാൻ പല ജന്മങ്ങളും എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ടൊരു പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹാരം പറ്റുന്നില്ല. പക്ഷേ അതേസമയത്ത് ഒരു വ്യക്തി അത്യാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു ജന്മത്തിൽ ജനാതി ഭൗതികലോകത്തിൽ തിരിച്ച് അതേ ലോകത്തിൽ പോകാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന് എന്നും നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് എന്നും ഭഗവാനായിട്ട് സേവനം ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ യഥാർത്ഥമായിട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ മറ്റാരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഭഗവാനെ അറിയുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭഗവാനെ അറിയാം. കാരണം ലിറ്ററലി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഭഗവാനാണ് പരമജീവിതത്തിന് കൃഷ്ണന് മനസ്സിലാവും. അത് ഒരു അറിവാണ് നമുക്കല്ലേ. യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയാമെന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്?
നമുക്ക് ഒരു ഉത്സവമായിട്ട് പറയുന്നതാണ്. നമുക്ക് സൂര്യനെ കാണുമ്പോൾ അത് സൂര്യനെ കാണാൻ പറ്റും, നമ്മളെ കാണാൻ പറ്റും, നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ ആക്ച്വലി ഒരു വ്യക്തി ഭഗവാൻ അറിയുന്നത് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കി ഈ പരമദിവസ ഭഗവാനെ പൂർണ്ണമായിട്ട് സേവനം ചെയ്യുകയാണ് എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഭഗവാനെ അറിയാവുന്നത് ശീലഭഗവാൻ നമ്മൾ പറഞ്ഞു തരുന്നത്. ഭഗവാനെ അറിയാവുന്ന ഉദ്ദേശം നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ഭക്തി സേവനം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അത് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും പ്യൂർ ഡിവോഷൻ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ലിയറാണോ? ഈ ഭക്തിയുടെ സേവനമാണ് ഫൈനലി അതാണ് കാരണം ഭക്തിയോട് മാത്രമാണ് ഭഗവാൻ അറിയാൻ സാധിക്കും. അപ്പോൾ സേവനം ചെയ്യാനുള്ള കാര്യം ഭഗവാനെ സേവനം ചെയ്യുക എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന് നമ്മൾ ആവശ്യമാണ് മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യമാണ്. അതുതന്നെയാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് ഭക്തി ഉദ്ദേശിക്കുന്നത്. ഭക്തിയോട് ഉദ്ദേശിച്ചത് വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് എന്ത് ചെയ്യാം. श्रीमद् भगवद गीता की, श्रील प्रभुपाद की, समवेत गौर की, गीता गौ प्रेमानंदे।